എല്ലാവർക്കും ഒരേ ഉടയാടയല്ലേ ധരിപ്പിച്ചിരിക്കുന്നത്. ആര് മരിച്ചാലും സലാത്തുൽ ഷോപ്പിൽ ചെന്നുകൊണ്ട് പറയാറുള്ളത് ഒരു സെറ്റിംഗ് താ, കഫം പുടയുടെ സെറ്റിംഗ് താ, വിലയുള്ളത് വേണോ, പുതിയത് വേണോ, ഏത് ഐറ്റംസ് വേണോ. ആരും സെലക്ഷൻ നോക്കാറില്ല, തെരഞ്ഞെടുക്കാറില്ല. എല്ലാവർക്കും ഒരേ സെറ്റ് തന്നെയോ. പിരിഞ്ഞാൽ ആത്മാവ് അത്രയും പെട്ടെന്ന് അല്ലാഹുവിന്റെ തിരുസവിധത്തിലെത്തിയിട്ട് വീണ്ടും ആ ശരീരത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ആ ശരീരം എവിടെയാണോ ഡെഡ് ബോഡി ഉള്ളത്, ആ ഡെഡ് ബോഡിന്റെ കൂടെ വെക്കുകയാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, പല പലങ്ങൾ കേട്ടിട്ടുണ്ട്. മോനെ, നമ്മുടെ ചെറിയ മക്കളറിയാൻ 17, 20, 25, 30 ഒക്കെ വയസ്സൊക്കെയുള്ള പ്രായമുള്ള കുട്ടികൾ അറിയാൻ, ചെറുപ്പക്കാരറിയാൻ, ചെറുപ്പക്കാരികൾ അറിയാൻ. ഇന്ന് ഞാനങ്ങ് മരിച്ചാൽ, എന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ, എന്റെ ഡെഡ് ബോഡി കൊണ്ടുപോയി കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് അതാ കബറിൽ കൊണ്ടുപോയി കിടത്തിയാൽ, ആയിരക്കണക്കിന് ആളുകളെ നിങ്ങൾ കബറിൽ കൊണ്ട് കിടത്തിയിട്ടില്ലേ? ആ കബറിന്റെ സംവിധാനങ്ങൾ കണ്ടിട്ടില്ലേ? സൗകര്യങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാ, നരകം നിങ്ങൾ കണ്ടിട്ടില്ല, സുറാസുവാരം നിങ്ങൾ കണ്ടിട്ടില്ല, നന്മയും തിന്മയും തൂക്കുന്ന തുലാസ് കണ്ടിട്ടില്ല, നമുക്ക് നരകത്തിന്റെ മീതെയുള്ള പാലം കണ്ടിട്ടില്ല, മക്കറബാനിയക്കടന്ന മലക്കുകളെ നിങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ നിങ്ങൾ കണ്ട ഒരു സംഗതിയുണ്ട്, ഈ കബറ് കണ്ടിട്ടുണ്ട്. ഉപ്പാപ്പയെ കൊണ്ടുപോയി കിടത്തിയ കബറ് കണ്ടിട്ടുണ്ട്. കൂടെ കളിച്ച് ജീവിച്ച കൂട്ടുകാരൻ മരിച്ചപ്പോ അവനെ കൊണ്ടുപോയി കിടത്തിയ കബറ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാണേണ്ടതല്ലേ? ഞാൻ ഈ സദസ്സിലിരിക്കുന്ന ആളുകളോട്, എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് ചോദിക്കുന്നു, എത്ര ആളുകൾ മരിച്ചിട്ട് നിങ്ങൾ മയ്യത്തിന്റെ കൂടെ പോയി ആ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ നിങ്ങൾ പോകാറുണ്ടോ? കാണാറുണ്ടോ? നാളെ എനിക്കും ഇങ്ങനെ ഒന്ന് പോകണമല്ലോ, എന്നെയും ആളുകൾ കൊണ്ടുപോകുമല്ലോ, എന്നെയും ഈ രൂപത്തിൽ കിടത്തുമല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ?